ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങക്ക് വേണ്ടിയിട്ട്? ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. അങ്ങനെ ഒരാളല്ല ബാല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എലിസബത്ത് സംസാരിക്കുമ്പോ തന്നെ എലിസബത്ത് കാണിച്ച കമന്റുകൾ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ, എന്നാലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഈ സ്ക്രീൻഷോട്ടിലും നമ്മള് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് is putting videos with her new boyfriend publicly. ഇവരിവിടെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എലിസബത്തിന് മറ്റൊരു കാമുകനുണ്ട്, അവരുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അല്ലേ. പക്ഷെ എലിസബത്തിനെ കൊണ്ടുള്ള എവിടെ അങ്ങനെ ഒരു ഫോട്ടോ കാണാൻ പറ്റത്തില്ല. ചുമ്മാ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കന്നെ. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. എന്നിരുന്നാലും എലിസബത്തുമായി പിരിഞ്ഞതിന് ശേഷം ബാല എലിസബത്തിനെ പല രീതിയിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മെയിൻ ആയിട്ടുള്ള ദ്രോഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ദ്രോഹമാണ്. പക്ഷെ இந்த ഫോർജറിங்கிற വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ട വാക്കല്ല. മഹാനടികണ്ടാ നീ. അതായത് ഇവർ രണ്ടുപേരും പിരിഞ്ഞു പോയിട്ടും ബാല പിന്നീട് ചെയ്യുന്ന എന്താണ്, കോകിരയുമായി ഓരോരോ ഇന്റർവ്യൂകൾ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് എലിസബത്തിനെ കുറിച്ച് മോശം പറയുന്നു. PR വർക്ക് ഉപയോഗിച്ചുകൊണ്ട് എലിസബത്തിനെതിരെ മോശം കമന്റുകൾ ഇടിപ്പിക്കുന്നു. അവളെ മോശക്കാരിയെ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നു. അതായത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എലിസബത്തിന്റെ കഴുത്തിൽ ബാല താലിമാല വരെ അണിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയ സമയത്ത് ബാല പറയാണ് ഇപ്പൊ മാരേജ് രജിസ്റ്റർ ചെയ്യണ്ട, എനിക്ക് 42 വയസ്സ് വരെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് എലിസബത്ത് അത് വിശ്വസിക്കുകയും ചെയ്തു. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ആ ഒരു കാരണം പറഞ്ഞ് മനഃപൂർവ്വം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ബാല തടയുകയായിരുന്നു. എന്തുകൊണ്ട് ബാല വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്നതിന് ഉത്തരം നമുക്ക് കിട്ടും. കാരണം ഈ ബാല തന്നെ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളുമായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്ന് എലിസബത്ത് മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം എലിസബത്തിനെ കൂടെ പൊറപ്പിച്ചിട്ട് നൈസായിട്ട് തട്ടാമെന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചു കാണണം. അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പുള്ളിക്കാരൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു മുടക്കിയത്. ശരിക്കും വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും. ഒഴിവാക്കുന്ന പെണ്ണിന് പാരിതോഷികമൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ സുഖമായിട്ട് ഒഴിവാക്കാമല്ലോ. ബാലന്റെ ഓരോരോ ബുദ്ധിയെ. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്?